Hello, good morning. Welcome to my channel. So, ഇന്ന് ഡേ 3 ആണ് ഇൻ സ്കോട്ട്ലാൻഡ് ആൻഡ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പുറപ്പെടാണ്. സോ ഇന്ന് ഞങ്ങളിവിടെ എഡിൻബ്രയിൽ നിന്നും ചെക്കൗട്ട് ചെയ്യാണ്. സോ അതിനു മുമ്പ് ഞാൻ ലാസ്റ്റ് ഡേ പ്രോമിസ് ചെയ്തിരുന്നു ദാറ്റ് ഞാൻ നിങ്ങൾക്ക് ഹൗസ് ടൂർ കാണിച്ചു തരാമെന്ന്. ബട്ട് അന്ന് എനിക്ക് എന്തോ പറ്റിയില്ല, നല്ല ക്ഷീണമായിരുന്നു. പ്ലസ് എല്ലാവരും ടയർഡായിട്ട് അവിടെ ഇവിടെ ഇരിക്കായിരുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ്. സോ ഇന്ന് ഞാൻ എന്തായാലും ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഹൗസ് ടൂർ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മൾ എൻട്രൻസ്. കയറി വന്ന ഉടനെ ഇവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്. സോ ഇത് ആക്ച്വലി വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അതുവരെ. ആൻഡ് ഇത് ലോക്ക്ഡാണ്, ഇവരെ ഹാളാണെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ ഉള്ളത് ഒരു വലിയ ഫ്രിഡ്ജാണ്. മേലെ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് ആക്ച്വലി. ആൻഡ് ഇതാണ് നമ്മൾ അപ്സ്റ്റേഴ്സ്. നമ്മളെ റൂം മേലത്തെ ഭാഗത്താണ്. എല്ലാവരും റെഡി ആവേണ്ട തിരക്കില്ല. ഓക്കെ, നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ ഹാളാണ്. സോ ഇത് ഡൈനിങ് റൂം, ഇവിടെ കിച്ചൺ ആൻഡ് ഇവിടെ ഹാൾ. കിച്ചണിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ലൈക്ക് ലിറ്ററലി ഒരു വീട് തന്നെയാണ് ആക്ച്വലി. സോ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. നമ്മളിവിടുന്ന് കുക്കിംഗ് ചെയ്തിരുന്നു, എല്ലാ പാത്രവും വൃത്തിയാക്കി വെച്ചു. ഇവിടെ പോയാൽ ഇവിടെ ഒരു ടബുള്ള വാഷ്റൂമും ടോയ്ലറ്റ് ഉണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റോർ റൂമാണ്. ഇവിടുത്തെ ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇന്ന്. ആൻഡ് ഇത് ഒരു റൂം. ഇവിടെ 2 സിംഗിൾ ബെഡ്സ് ഉണ്ട്. ആൻഡ് ഇതൊരു വാർഡ്രോബ്. ഇത് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ ഏരിയ ഉണ്ട്. പുറത്തുള്ള വ്യൂ. ഇവിടെ ഒരു പെയിന്റിംഗ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഹായ്. ഇതവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. ആൻഡ് ഇവിടെ ഒരു വാഷ്റൂം. സോ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ Airbnb ഓപ്ഷൻ തന്നെയാണ് നല്ലത്. നമുക്ക് നമ്മളതായിട്ടുള്ള കിച്ചൺ ഉണ്ടാവും, വാഷിംഗ് മെഷീൻ ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്. നോർമൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെയുള്ള എല്ലാ സൗകര്യവും നമുക്ക് ഉണ്ടാവും. അങ്ങനെ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചെറിയൊരു ടൂർ ഇഷ്ടമായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ പ്ലാൻ, ഡേ 3 പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ എഡിൻബ്രയിൽ നിന്നും ഗ്ലാസ്ഗോയിലേക്കാണ് പോകാൻ പോകുന്നത്. ഗ്ലാസ്ഗോ ഇവിടെ സ്കോട്ട്ലാൻഡിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. സോ എഡിൻബ്ര ക്യാപിറ്റൽ സിറ്റിയാണ്, ബട്ട് ഗ്ലാസ്ഗോ ആണ് ഏറ്റവും വലിയ സിറ്റി. വീട്ടിൽ നിന്നും എഡിൻബ്ര സിറ്റി സെന്ററിലേക്ക് പോകും. അവിടുന്ന് ഞങ്ങളൊരു ബസ് പിടിച്ചിട്ട് ഓൾമോസ്റ്റ് 1.5 hour ജേർണി ഉണ്ട്. സോ ആ 1.5 hour ജേർണി ഞങ്ങൾ ബൈ ബസ് തന്നെയാണ് പോകുന്നത് ടു ഗ്ലാസ്ഗോ. ആൻഡ് അവിടെ പോയിട്ട് ഞങ്ങൾ ഈ ലഗേജ് എല്ലാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. സോ അതിൻ്റെ ഇത് നോക്കി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ് സി, നമ്മൾ പോയിട്ട് അത് ഓപ്പൺ ആണോ എന്താണോ എന്നൊക്കെ അവിടെ പോയിട്ട് നോക്കണം. സോ ദാറ്റ് ഈസ് വൺ ചാലഞ്ച് അഹെഡ് ഓഫ് us. അങ്ങനെ ഞങ്ങൾ ബസ് പിടിച്ച് എഡിൻബ്ര സിറ്റി സെന്ററിലെത്തി. അവിടെ തന്നെ ഒരു സോവനിയർ ഷോപ്പ് ഉണ്ടായിരുന്നു, സ്കോട്ട്സ് മോണുമെന്റിന്റെ അടുത്ത് തന്നെ ആയിട്ട്. സോ അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് സോവനിയർ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ്ഗോയിലേക്കുള്ള ബസ്സിലേക്ക് കയറി. ബട്ട് 1 2 3 4 4 ആൾക്കാരുള്ളൂ. ഞങ്ങൾ 5 ആൾക്കാരാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 5ാമത്തെ ആള് ബസ് മിസ്സായി. ഞങ്ങളെല്ലാം ബസ് കയറി. ബട്ട് ഇവിടുത്തെ ടൈമായിരുന്നു. അപ്പം അവള് പെട്ടെന്ന് ലാസ്റ്റ് മൊമെന്റിൽ ലേറ്റായിപ്പോയി. അപ്പം ബസ് മിസ്സായിപ്പോയി. ഇവർ ഒരു പ്രാവശ്യം ഡോറ് പൂട്ടിയാൽ പിന്നെ അവർ തുറക്കുകയില്ല. ലൈക്ക്
ഹോപ്പ്ഫുള്ളി അവരോട് ഞങ്ങൾ കുറേ പ്രാവശ്യം പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഡിലേ ചെയ്യാനും ട്രൈ ചെയ്തു. ബട്ട് അവരൊന്നും സമ്മതിച്ചതേ ഇല്ല. 12:30 പറഞ്ഞാൽ 12:30 തന്നെ അവർ വാതിൽ പൂട്ടി പോയി. ജസ്റ്റ് ഒരു 15-20 സെക്കൻഡ്സിലാണ് അവൾ ബസ് മിസ് ചെയ്തത്. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവളെ ഫോൺ മാത്രമേ ഉള്ളൂ. പേഴ്സ് അതൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. ഞങ്ങളെല്ലാ ബാഗുമായിട്ടാണ് ബസ് കയറിയത്. അവള് അവിടുന്ന് പിന്നെ ഒരു ബസ് കയറി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓൾമോസ്റ്റ് 20 minutes ആയി ഇതൊക്കെ സംഭവിച്ചിട്ട്. സോ ഓൾ ഗുഡ്. അഗൈൻ നമ്മൾ അവിടെ പോയതിന് ഒരു 20 minutes ശേഷം മാത്രം അവള് വരുന്നായി. ഒരു ചെറിയ ഡിലേ ഉള്ളൂ. ഒരു വലിയ ടെൻഷൻ തീർന്നു. This was unexpected, but we enjoyed because she got the bus finally. Yeah. We feel bad for us. ഇതൊരു ഡബിൾ ഡെക്കർ ബസ്സാണ്. ആൻഡ് ഞങ്ങൾ ടോപ്പ് ഏരിയയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഫ്രണ്ട് പാർട്ടിൽ ഫുൾ വ്യൂ ഉണ്ട്. സോ എൻജോയിങ് ദ വ്യൂ. ഇത് ഞങ്ങൾ ഗ്ലാസ്ഗോയിലെത്തി. ആൻഡ് 20 മിനിറ്റിന് ശേഷം വി വെർ റീയുണൈറ്റഡ് വിത്ത് അവർ ഫ്രണ്ട്. ഞങ്ങളിവിടെ ബുച്ചനാൻ ബസ് സ്റ്റേഷൻ, ദാറ്റ് ഇസ് ഗ്ലാസ്ഗോയിലെ ഈ ബസ് സ്റ്റേഷനിൽ തന്നെയുള്ള ലോക്കർ ഫെസിലിറ്റിയാണ് യൂസ് ചെയ്തത്. അവിടെ £7 ആണ് പെർ ഡേ for a large size locker. Right now it's close. Okay. We are at George Square. Yes. Before going to lunch, we thought to have some snapshot here, okay? Vlogger Shafina here. Yeah, with my vlogger Chinmay. Continue. സോ ഞങ്ങൾ ലഗേജ് ഒക്കെ വെച്ചു ബസ് സ്റ്റാൻഡിൽ. എന്നിട്ട് അവിടെ തന്നെ ഒരു ലോക്കർ സിസ്റ്റം ഉണ്ടായിരുന്നു. സോ വി കെപ്റ്റ് ഇറ്റ് ദെയർ. ആൻഡ് നമ്മളിപ്പം ജോർജ് സ്ക്വയർ പറഞ്ഞ സിറ്റീൻ്റെ മെയിൻ ആയിട്ടുള്ള സെൻറ്ററിൽ ഒരു അട്രാക്ഷൻ ആണ്. അവിടെ വന്നിരിക്കുകയാണ്. സോ ഇത് ഇവിടുത്തെ സിറ്റി കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. Did the world wake up on the wrong side of bed? Sleepy-eyed with a red-hot pounding head. I'm surprised that we still managed to circle the sun. We should all be dead and buried with the damage we've done. 10 p.m. rolls around, it's the same old tale. ഞങ്ങള് പ്രസാനോ പിസ്സയിൽ നിന്നും ഭക്ഷണം കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി. ഫുൾ എനർജിയോടൊക്കെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, വിച്ച് ഈസ് നെക്രോപോളിസ്. ആക്ച്വലി അതൊരു ഗ്രേവ് യാർഡാണ്, ഒരു ബറിയൽ ഗ്രൗണ്ടാണ്. 1800s വലിയ വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവിടെയാണ് ബറി ചെയ്തത്. വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻ ഇറ്റ്സ് ടൈം. ആ സമയത്തുള്ള ആൾക്കാരെ ബറി ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ദർ നെയിം, ഓക്യുപ്പേഷൻ, എന്തൊക്കെയായിരുന്നു അവർ ക്വാളിറ്റീസ്, അതൊക്കെ റെക്കോർഡ് ചെയ്തും കൊണ്ട് ഉള്ള ഒരു ബറിയൽ ഗ്രൗണ്ട്. ആ സമയത്ത് 1800s അത്ര കോമൺ അല്ലായിരുന്നു. സോ ഇറ്റ് ഈസ് വൺ ഓഫ് എ കൈൻഡ് ആൻഡ് വൺ ഓഫ് ദ പയനിയേഴ്സ് എന്ന് പറയാം. സോ ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇവിടെ ഗ്ലാസ്ഗോയിൽ കുറേ മ്യൂറൽസ് ഉണ്ട്. കുറേ ബിൽഡിങ്സിൽ ഇങ്ങനെ വലിയ വലിയ പെയിൻറ്റിങ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇഫ് യു ലൈക്ക് മ്യൂറൽസ്, ഇവിടെ മ്യൂറൽ ട്രെയിൽ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മൾ സിറ്റി സെൻറ്റർ മ്യൂറൽ ട്രെയിൽ .co.uk എന്ന ഈ വെബ്സൈറ്റിൽ പോയാൽ അവിടെ എല്ലാ മ്യൂറൽസിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഫുൾ സിറ്റിയിലെ മ്യൂറൽസിൻ്റെ മാപ്പ് അവർ കാണിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഞങ്ങളിതാ നെക്രോപോളിസിലെത്തി. സോ നെക്രോപോളിസ് എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് ഡെഡ് എന്നാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 3500 സ്റ്റോൺസ് ഉണ്ട്. ബട്ട് ആക്ച്വലി നോക്കുകയാണെങ്കിൽ 50,000 ആൾക്കാരെ ഇവിടെ ബറി ചെയ്തിട്ടുണ്ട്. സോ ശർമിഷ്ഠ, വാട്ട് ആർ യു ഫീലിംഗ്? If you see the earth move here, probably it's not earthquake.
അവിടെ ഒരു കാത്തഡ്രൽ ഉണ്ട്. ആ കാത്തഡ്രലും നെക്രോപോളിസും രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. സോ നിങ്ങൾ വരികയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ കാത്തഡ്രൽ ആക്ച്വലി 4 മണി വരെ തുറന്നിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ ഓൾറെഡി 4:30 ആയി. അപ്പോൾ ഞങ്ങൾ പോയി നോക്കുകയാണ് അത് ഓപ്പൺ ആണോ അല്ലയോ എന്ന്. ഓപ്പൺ അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് തന്നെ കാണേണ്ടി വരും. മിത്തു അവിടെ ആരോ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഇതവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് അവിടെ പോയി ഒരു പൂവിനെ തൊട്ടു, ഭയങ്കര അലർജി ആയിപ്പോയി. Be careful next time. സോ വി ഹാവ് ടു ബി കെയർഫുൾ. അവിടെ ഇവിടെ പോയി ഓരോരോ പൂവും ഇലയൊന്നും തുടർന്ന്. ഇതാ രണ്ടാൾക്കാര് ഹൈപ്പർ ലാബ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ മുന്നോട്ട് പോകുന്നു, ഒരാൾ പിന്നോട്ട് പോകുന്നു. This is also so pretty. ഇതൊരു കോളേജിന്റെ ഒരു ഓഡിറ്റോറിയമാണ്. ബട്ട് സ്റ്റിൽ ലുക്ക്, ഇറ്റ്സ് സോ പ്രിറ്റി. സോ ഇതാ ഞങ്ങൾ വാക്ക് ചെയ്തു, റിവറിൻ്റെ അടുത്തെത്തി. നോർമൽ തന്നെയാണ്, അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. ലൈക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി സ്കിപ്പ് ഇറ്റ്. ബട്ട് ഞങ്ങളടുത്ത് സമയമല്ലായിരുന്നു, ഞങ്ങളടുത്ത് സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ജസ്റ്റ് ഇങ്ങനെ കണ്ട് ചിൽ ചെയ്യാണ് ബേസിക്കലി. ഇന്ന് അത്രയൊന്നും ചെയ്യാനില്ല ബിക്കോസ് ഓഫ് ദ ടൈമിംഗ് ഇഷ്യൂ. ഇവിടെ നിങ്ങൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്ലിങ്ങും ചെയ്യാം. സോ ഓവോ ബൈക്സ് എന്ന് പറഞ്ഞ സൈക്കിൾസിൻ്റെ ഒരു കമ്പനി ഉണ്ട്. സോ അവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനെ സ്കാൻ ചെയ്താൽ മാത്രം മതി. നമ്മളിപ്പോൾ ആക്ച്വലി ഉള്ളത് ഒരു സൈക്ലിംഗ് ട്രാക്കിലാണ്. ഞാൻ നടക്കരുത്, ഞാൻ ഇപ്പം ഇങ്ങോട്ടേക്ക് മാറി. ആൾക്കാർ ഇത് അവിടെ ഇങ്ങനെ സൈക്കിൾ ചെയ്ത് ഈ പാർക്കിൽ ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ട് പോവാണ്. ആൻഡ് ആൾക്കാർ ഡോഗ് വാക്കിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്, കുട്ടികളെ സൈക്ലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് എ വെരി നൈസ് ആൻഡ് പീസ്ഫുൾ എൻവയൺമെൻറ്റ്. ഞങ്ങളിത് അവിടുത്തെ പാർക്കിലിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ട ആ G2014 എന്നുള്ള ആ ഒരു സ്ട്രക്ചർ, അത് 2014 ഉണ്ടാക്കിയതായിരുന്നു ഡ്യൂറിങ് ദ കോമൺവെൽത്ത് ഗെയിംസ്. സോ അതിൻ്റെ മെമ്മറിയിൽ അതിപ്പോഴും ഈ ഗാർഡനിൽ അവർ വെച്ചിട്ടുണ്ട്. സമയം 7:30. ഞങ്ങൾ ഇത്രയും നേരം ആ ഗാർഡനിൽ ഇരുന്നിട്ട് കുറച്ച് ദംഷരാസ് അങ്ങനെ ഓരോന്നൊക്കെ കളിക്കായിരുന്നു. സോ ഞങ്ങളിതാ ഇവിടെ മെഡ്രാസ് കാഫേ പറഞ്ഞ ഒരു കാഫേ ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വഴി തിരഞ്ഞ് നടക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ചായ കുടിക്കണമെന്ന് നിർബന്ധം. അവൾ 3 ദിവസമായിട്ട് നല്ലൊരു ചായ കുടിച്ചിട്ടില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. സോ അത് റിസോൾവ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മളിപ്പം പോകുന്നത്. പോയി നോക്കിയപ്പോൾ നല്ല വെയിറ്റിംഗ് ആയിരുന്നു. സോ നിങ്ങൾ അഥവാ മെഡ്രാസ് കാഫേ ഇൻ ഗ്ലാസ്ഗോ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം റിസർവ് ചെയ്യണം.
Sharmishta checking masala is there or no. ദാ ഞങ്ങൾ ജസ്റ്റ് ഋഷീസ് ഇന്ത്യൻ അരോമ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ കഴിച്ചു. സൂപ്പർ സൗത്ത് ഇന്ത്യൻ ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സൂപ്പർ ദോശ, പിന്നെ മെതുവട, റവ ദോശ, ഇഡ്ഡലി, പിന്നെ ഗുലാബ് ജാമുൻ, ഐസ്ക്രീം, ഇതൊക്കെ കഴിച്ചു. എല്ലാം ഇങ്ങനെ ഗ്രൂപ്പിൽ പോയാൽ എല്ലാവരും സെപ്പറേറ്റ് ഓർഡർ ചെയ്യുമ്പോൾ എല്ലാം കഴിക്കാൻ ഒരു ചാൻസ് കിട്ടും. അതുകൊണ്ട് we can recommend. Yeah, definitely recommend. Indian food reasonable price ആണ്. At the same time authentic. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഭക്ഷണം കഴിച്ച പോലെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇതുവരെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടില്ല. ദിസ് ഇസ് ഡെഫിനറ്റ്ലി ലൈക്ക് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കഴിച്ച പോലെ തന്നെയുള്ള ടേസ്റ്റാണ്. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്ലാസ്ഗോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഋഷീസ് ഇന്ത്യൻ അരോമ എന്തായാലും ട്രൈ ചെയ്യുക. ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. ചിന്നു 2022 കോഡ് പറഞ്ഞാൽ ഡിസ്കൗണ്ട് തരൂല. ടൈം ഈസ് റണ്ണിങ്. സോ ഞങ്ങളിപ്പോൾ ഇതാ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ്. ഞങ്ങൾ ട്രിപ്പ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. 3 days ഓഫ് സ്കോട്ട്ലാൻഡ് ട്രിപ്പ്. ആൻഡ് ഞങ്ങളിന്ന് ബസ് കയറി വീട്ടിലേക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തും. സോ ഓൾ ടുഗെദർ ഒരു ഫീല് വരുന്നുണ്ട്. നല്ല ട്രിപ്പ് ആയിരുന്നു. എന്തായിരുന്നു ലൈക്ക് ഫേവറേറ്റ് പോയിന്റ് ഓഫ് ദിസ് ട്രിപ്പ്? എഡിൻബ്രാന്ന് ഹൈലാൻഡ് ട്രിപ്പ് പോയത് അത് നല്ല ഒരു മെമ്മറബിൾ ജേർണി ആയിരുന്നു. 12 hours ഇൻ ബസ് വാസ് വർത്ത് ഇറ്റ്. അത് ഷുവർലി ഹൈലി റെക്കമെൻഡഡ്. എല്ലാവരും വന്നാലൊന്ന് ട്രൈ ചെയ്യണം. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ Day 2 വ്ളോഗിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ആൻഡ് വിസിറ്റ്. ദെൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അവരോട് ചോദിക്കാം. സോ ഷഫീന, വി ഹാഡ് 3 days which we got to spend in Scotland. So what do you think of it? Like, what was your favorite part? Everything was nice. My group and mostly the highland, the second day trip. Yeah. The mountains, the greenery. Yeah, I enjoyed the time from last 3 days. And the best part is we are ending it with nice, tasty dosa from Rishis. So it was awesome. Yeah. It was really amazing. And the second day trip, mostly the nature view and the highlands, I loved the most. And yeah, entire trip was good. My favorite part of the trip was the Edinburgh Fringe Fest. We thus Oh yeah. and She went alone. Just asking, like, is there anything which you didn't like about this trip or the place? Huh? Strike. Oh yeah, the bin strike, right? The bins were full. Yeah. It should have been taken care before this long weekend. So Yeah. it would have been more great. Yeah. Or, you know, I mean, It would have been more great. So people, any final words? Same whatever they said. Bye bye.